നമസ്തേ ബച്ചോ, ഏവർക്കും ധീരജ് ഹിന്ദി കക്ഷായിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ പഠിക്കാൻ പോകുന്നത് ഔപചാരിക പത്രമാണ്. ഹിന്ദിയിൽ ഫോർമൽ ലെറ്റർ എങ്ങനെ എഴുതണം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എക്സാമിന് നമുക്ക് ഫോർമൽ ലെറ്റർ, അതായത് ഔപചാരിക പത്രം പല രീതിയിലും ചോദിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഏകദേശം 2-3 പത്രം എഴുതുന്നത്, അതായത് കത്ത് എഴുതുന്നത് നമ്മളൊന്ന് പഠിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് കത്ത് വന്നാലും നമുക്ക് ഇതിൻ്റെ സെൻറ്റൻസുകൾ ആഡ് ചെയ്ത് അല്ലെങ്കിൽ പേരുകളൊക്കെ മാറ്റി നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അതായത് എളുപ്പ വഴിയിൽ കൂടി നമുക്ക് മാർക്ക് വാങ്ങാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് സ്വാസ്ഥ്യമന്ത്രി, അതായത് ആരോഗ്യമന്ത്രിക്ക്, വിദ്യാഭ്യാസ മന്ത്രിക്ക്, അതുപോലെ പ്രധാന അധ്യാപകന്, ഏതെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിക്ക്, ഏതെങ്കിലുമൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മേലധികാരികൾക്കായിരിക്കും കത്തെഴുതാനായിട്ട് പറയുന്നത്. സാധാരണ സ്കൂളിലാണെങ്കിൽ പ്രധാന അധ്യാപകൻ്റെ പേരിൽ എഴുതിയാൽ മതിയാകും. അതല്ലാതെ പുറത്തുള്ള കാര്യങ്ങളാണെങ്കിൽ, ഇപ്പോൾ റോഡുകൾ വെട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു, അതുപോലെ ഏതെങ്കിലും ഗവൺമെൻറ് ആശുപത്രിയിൽ ശുചിത്വമില്ല, തന്നെ കൂടെ കറണ്ട് കട്ടാകുന്നു, ഒക്കെ ഉള്ള അവസരങ്ങളിൽ നമ്മളെപ്പോഴും അതിൻ്റെ മേലധികാരികൾക്ക് കത്തെഴുതാറുണ്ട്. ഇങ്ങനെയുള്ള കത്തുകളാണ് നമുക്ക് സാധാരണയായിട്ട് എക്സാമിനും ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ശഹരോങ്കി ടൂട്ടി ഫൂട്ടി സ്ഥിതി കെ ബാരെ മേ दैनिक समाचार पत्र के मुख्य संपादक के बारे में एक കത്ത് लिखे. സമ്പാദക നമ്പർ 1 പത്ര ലിഖെ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ഇത് എഴുതുന്നയാളിൻ്റെ, അത് ആരെഴുതുന്നു, അവരുടെ നാട്ടിലെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേലധികാരികളെ അറിയിച്ചിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കാണില്ല. അതുകൊണ്ട് നമ്മൾ പത്രത്തിൽ ചീഫ് എഡിറ്റർക്ക് അതിനൊരു ഒരു കോളം ചെയ്യാനായിട്ടുള്ള ഈ അവസ്ഥ വർണ്ണിച്ചുകൊണ്ട് ഒരു വാർത്ത തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കത്ത് എഴുതുകയാണ്. അപ്പോൾ അതാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം, ഏത് കത്ത് എഴുതിയാലും ഔപചാരിക കത്തിന്, ഫോർമൽ ലെറ്ററിന് നമ്മൾ ആദ്യം തന്നെ ടു അഡ്രസ്സ് കൊടുക്കണം. ആർക്കാണോ നമ്മൾ കത്ത് എഴുതുന്നത് അവരുടെ അഡ്രസ്സായിരിക്കണം നമ്മൾക്ക് ആദ്യം വെക്കേണ്ടത്. അപ്പോൾ ടു എന്നുള്ളതിന് പകരം ഹിന്ദിയിൽ നമ്മൾ പറയുന്നത് സേവാമ്യമാണ്. സേവാമി. ദെൻ അടുത്തത് മുഖ്യ സമ്പാദക് എന്ന് പറഞ്ഞാൽ ചീഫ് എഡിറ്റർ. ഏത് പത്രത്തിലാണോ ആ പത്രത്തിൻ്റെ, ദൈനിക സമാചാർ പത്രം, വെറുതെ ഒരു പത്രത്തിൻ്റെ പേര് കൊടുത്തേക്ക്. നിങ്ങൾക്ക് മലയാള മനോരമയോ മാതൃഭൂമിയോ ഏത് വേണമെങ്കിലും, ദ ഹിന്ദു ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ദെൻ നയി ദില്ലി, വെറുതെ ഒരു സ്ഥലവും കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഏത് പത്രമാണോ എവിടെയാണോ ഉള്ളത് ആ പേരുകളിൽ നമുക്ക് എഴുതാവുന്നതാണ്. അതല്ല സ്ഥലം എഴുതാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ, പബ്ലിക് എക്സാമുകളാണ് എഴുതുന്നതെങ്കിൽ അവിടെ നമുക്ക് ABC എന്നോ XX എന്നോ XYZ എന്നോ അങ്ങനെയുള്ള സ്ഥലപ്പേരുകൾ നമുക്ക് ചേർക്കാവുന്നതാണ്. അത് നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച്, ആഗ്രഹം അനുസരിച്ച്, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ഹിൻ്റ് അനുസരിച്ച് ക്വസ്റ്റിനകത്ത് കാണും. ചിലപ്പോൾ ആ പത്രത്തിൻ്റെ പേരും പത്രാധിപരുടെ പേരും കാണുകയാണെങ്കിൽ അത് തന്നെ നമ്മൾ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഫസ്റ്റ് സേവാമേനാണ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ദിനാങ്ക്, ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡേറ്റും നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ്, എക്സാമിന് എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റ് മതി. അല്ലാതെ നിങ്ങൾ റിയലി ഇത് ചെയ്യുകയാണെങ്കിൽ അത് എഴുതുന്ന ദിവസത്തെ ഡേറ്റ് തന്നെ ചെയ്യേണ്ടതാണ്. ദെൻ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സേവാമയം കഴിഞ്ഞു, ഡേറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡേറ്റ്, ദിനാങ്ക്, താരീഖ് എന്നും പറയാം. ഏതായാലും ശരിയാണ്, താരീഖ് ഓർ ദിനാങ്ക്. അടുത്തത് വിഷയമാണ്, സബ്ജക്റ്റ് എഴുതണം. എന്താണ് ഇവിടുത്തെ സബ്ജക്റ്റ്? ശഹരോങ്കി ടൂട്ടി ഫൂട്ടി സ്ഥിതി കെ ബാരെ മേ, അതായത് നഗരത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ, ടൂട്ടി ഫൂട്ടി പൊളിഞ്ഞ സടക്ക് കി സ്ഥിതി കെ ബാരെ മേ, റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സംബോധനാണ്. സംബോധന കൊടുക്കണം. ആർക്കായാലും സർ, റെസ്പെക്റ്റഡ് സാർ എന്ന് കൊടുക്കില്ലേ, അതിന് പകരമായിട്ട് ഹിന്ദിയിൽ മഹോദയ, മാന്യ മഹോദയ എന്നും കൊടുക്കാൻ പറ്റും. നമുക്ക് കത്ത് തുടങ്ങാം. मैं आपके समाचार पत्र के माध्यम से संबंधित अधिकारियों का ध्यान इस ओर आकर्षित करना चाहती हूँ कि हमारे क्षेत्र
मैत्री नगर की सड़कों की दशा अत्यधिक दयनीय है. मैं आपके समाचार पत्र के माध्यम से ഞാൻ താങ്കളുടെ വർത്തമാന പത്രത്തിലൂടെ മാധ്യം से എന്ന് വെച്ചാൽ അതിൽ മുഖേന അതിൽ കൂടി സംബന്ധിത അധികാരിയോങ്ക ഇതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന അധികാരികൾക്ക് ധ്യാൻ इस ओर आकर्षित करना चाहती हूँ. അവരുടെ ശ്രദ്ധ ഇതിലേക്ക് ഇതിലേക്ക് എന്താണ് ആകർഷിത കർണ ചാഹത്തി ഹും ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ പത്രത്തിൽ വരുന്ന വാർത്ത മുഖേന ഇതിൽ മേലധികാരികൾക്ക് ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്താൻ ആഗ്രഹിക്കുന്നു. കി എന്തെന്നാൽ എന്താണ് ഹമാരെ ക്ഷേത്രം ഞങ്ങളുടെ സ്ഥലമായ മൈത്രി നഗർ കി എന്താണ് ഏത് സ്ഥലമാണോ ആ സ്ഥലം കൊടുക്കണം. ഞാൻ വെറുതെ ഒരു പേര് കൊടുത്തിരിക്കുകയാണ്. ഒരു നഗർ മൈത്രി നഗർക്ക് സടക്കോങ്കി ദശ റോഡുകളുടെ അവസ്ഥ അത്യധിക ദയനീയ വളരെയധികം ദയനീയമാണ്. വർഷാക്കെ ദിനോമേ സടക്കക്കെ ഗഡ്ഡോമേ പാനി ഫോർ ജാത്ത മഴക്കാലമാകുമ്പോൾ ഈ റോഡുകളിലെ ഗഡ്ഡ കുഴി റോഡുകളിൽ ഒരുപാട് കുഴികൾ ഉണ്ടായിട്ടുണ്ട്. ആ കുഴികളിൽ പാനി ഫോർ ജാത്താഹി വെള്ളം നിറഞ്ഞു കിടക്കുന്നു. പൈതൽ ചലനേമേ കാൽനട യാത്രക്കാർക്ക് അതായത് നടന്നു പോകുമ്പോൾ അവർ വാഹനവും കോ ലേക്കർ നികാൽനേമേ വാഹനങ്ങളുമായി പോകും നടന്നു പോകുമ്പോഴും വാഹനങ്ങളുമായി പോകുമ്പോഴും ബഹുത് മുസ്കിൽ ഹോ ജാത്തിഹി വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഇത്രയാണ് കാരണം. ഇതാണ് നമ്മുടെ കാരണം. അത് നമ്മൾ ഒരു പാരഗ്രാഫിലായിട്ട് എഴുതി. ഇനി അടുത്ത പാരഗ്രാഫിൽ എന്ത് എഴുതുമെന്ന് നോക്കാം. മേരി ആപ്സെ വിനമ്ര പ്രാർത്ഥന ഹേ ഞാൻ താങ്കളോട് വളരെ വിനയത്തോടെ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന ഹേ മീൻസ് അപേക്ഷിക്കുന്നു. എന്തെന്നാൽ ആപ് മേരെ ഇൻ വിചാരോങ്കോ അപ്പനെ സമാചാർ പത്രമേ അവശ്യ ധ്യാൻ ദേ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ സംഗതികൾ എൻ്റെ വിചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നിഷ്കർഷിച്ചിരിക്കുന്ന ഈ വസ്തുതകൾ താങ്കളുടെ സമാചാർ പത്രത്തിൽ താങ്കളുടെ ന്യൂസ് പേപ്പറിൽ അവശ്യ ധ്യാൻ ദേ തീർച്ചയായിട്ടും ശ്രദ്ധ ചെലുത്തണം. അതായത് അതുമായിട്ട് ബന്ധപ്പെടുത്തി മറ്റുള്ളവരുടെ ശ്രദ്ധ ഇതിലേക്ക് ആകർഷിക്കണം. താക്കി എന്തെന്നാൽ സംബന്ധിത അധികാരി അങ്ങനെ ശ്രദ്ധ ചെലുത്താൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് അതായത് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ ഇസ് ഹേതു ഇത് മുഖേന ठोस കഥം ഉടാതെ പെട്ടെന്ന് ഇതിനൊരു കാൽവയ്പ് നടത്താൻ അതായത് നടപടി ഉണ്ടാക്കണം. ठोस കഥം ഉടാ സകെ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു നടപടി ഉണ്ടാക്കണം. ധന്യവാദ്. അപ്പോൾ ആദ്യം കാരണങ്ങൾ പറഞ്ഞു, പിന്നെ എന്താണ് ചെയ്യേണ്ടത് അതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ. അത്രയും പറഞ്ഞ് നന്ദി, ധന്യവാദ്, നന്ദി. ദെൻ ആരാണോ കത്തെഴുതുന്നത് അത് പ്രേക്ഷകർ, ഫ്രം അഡ്രസ് പ്രേക്ഷകർ. ഇവിടെ രാംലാൽ, സ്ഥാൻ നമ്മൾ നേരത്തെ കത്തിൽ തന്നെ പറഞ്ഞു മൈത്രി നഗർ, നയി ദില്ലി. ഈ സ്ഥലവും പേരും നിങ്ങളുടേതാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ഔപചാരിക പത്രമാണ്. ഇത് എന്താണ് സമാചാർ പത്രത്തിലേക്ക് മറ്റൊരു കാരണം പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾ ചെയ്യേണ്ടത് മറ്റൊരാളിൽ കൂടി നമ്മൾ അവരിൽ എത്തിക്കുകയാണ്. അപ്പോൾ ഇത് ഇൻഡയറക്റ്റാണ്. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് പരാതികൾ പറയാം. അത് ഞാൻ വേറൊരു കത്തിൽ തൊട്ടടുത്ത് തന്നെ മറ്റൊരു വീഡിയോയിൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ കത്ത് ഔപചാരിക പത്രം നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ദെൻ അതുപോലെ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും വേണം. അപ്പോൾ എല്ലാവർക്കും